ഹായ് ഫ്രണ്ട്സ്, നമ്മളെന്ന് വന്നിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ചാനലിലൊരു പ്ലേലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കയറി കണ്ടു നോക്കാമെന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി. ഇതൊരു കൊല്ലം സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ വേ ഓഫ് കുക്കിങ്ങിലാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തിയാണ് നമ്മൾ ചെയ്യാൻ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കൂടെയാണ് നമ്മൾ ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി നിർത്തുന്ന മക്കളുടെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇൻട്രോ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തിയിൽ ഇത്ര പ്രത്യേകത പറഞ്ഞു വരാം. അപ്പം നമ്മൾ എടുത്തേക്കുന്നത് 1/2 കിലോ പച്ചരി, അതിലേക്ക് 350 ഗ്രാം ഉഴുന്ന്, ഒരു നുള്ളു ഉലുവ, ഒരു പിടി അവില്, ഇത്രയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അരിയും ഉഴുന്ന് നല്ലതുപോലെ കഴുകി 4-5 മണിക്കൂർ കുതിർത്തിയതിന് ശേഷം നമുക്ക് മിക്സിയിലോ ഗ്രൈൻഡറിലോ അരച്ചെടുക്കാം. അപ്പം അരയ്ക്കുമ്പോൾ ഇച്ചിരി തരിയോടുകൂടെ വേണം നമ്മൾ അരയ്ക്കാനായിട്ട്. അരി അരച്ചതിന് ശേഷം നമുക്ക് ഉഴുന്ന് സെപ്പറേറ്റ് അരയ്ക്കാം. നിങ്ങൾക്ക് ഒരുമിച്ച് അരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ അരയ്ക്കാം. അപ്പോൾ എൻ്റെ നമ്മുടെ ഗ്രൈൻഡറിൽ അത്രയും ക്വാണ്ടിറ്റി കൊള്ളത്തില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ 2 രീതിയിൽ അരച്ചെടുത്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് അരയ്ക്കേണ്ടത് നമ്മൾ കുതിർത്തി വെച്ചേക്കുന്ന ഒരു 10 മിനിറ്റ് കുതിർത്തി വെച്ചേക്കുന്ന നമ്മുടെ അവിൽ കൂടെ. അപ്പോൾ അവിലില്ലെങ്കിൽ നമുക്ക് ചോറായാലും എടുക്കും. പക്ഷേ അവിലെടുക്കുമ്പോൾ നമ്മുടെ ഇഡ്ഡലിക്ക് കുറച്ചും കൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇതിന് മുന്നേ നമ്മൾ ഇഡ്ഡലി കല്ലിൽ അരച്ച് ചെയ്തിട്ടുണ്ട്, അതുപോലെ നമ്മൾ രാമശ്ശേരി ഇഡ്ഡലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ഞാൻ ഐക്കാണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ അരിയും ഉഴുന്നും നമ്മുടെ അവിലും കൂടെ നല്ലതുപോലെ കൈവച്ച് ഇളക്കാൻ. ഇപ്പോൾ എൻ്റെ വീട്ടിലായതുകൊണ്ട് എനിക്കിതൊരു പ്രശ്നമുള്ള കാര്യമില്ല. നിങ്ങൾക്കാണെങ്കിൽ കൈവച്ച് ഇളക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്പൂൺ വെച്ച് ഇളക്കാം. അതിലേക്ക് കൊല്ലം സ്റ്റൈൽ ഇഡ്ഡലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞ് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൊണ്ട് നമ്മൾ ഈ ഒരു ബാറ്ററിലേക്ക് ഇട്ടു. അതായത് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ മാവിലേക്ക് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ സാധനങ്ങൾ പൊടിയായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് നമ്മൾ ഇട്ടു. ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇഡ്ഡലി വെച്ചിട്ട് രാവിലെ നമ്മൾ ഇപ്പോൾ എവിടെ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിലെ മുത്തശ്ശിമാർ അല്ലെങ്കിൽ അമ്മമാർ ഇഡ്ഡലി നമ്മളെ പൂവരശിൻ്റെ ഇല, ചീലാന്തി ഇലയിലാണ് ഇഡ്ഡലി ചുട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ചീലാന്തി ഇല എടുക്കാൻ വേണ്ടിയിട്ട് പോകണം. ഒരുപാട് ആയുർവേദിക് ഗുണങ്ങളുള്ളൊരു സാധനമാണ് ചീലാന്തി ഇല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ചീലാന്തി ഇലയുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ചീലാന്തി ഇലയൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചീലാന്തി ഇല ഇല്ലെന്നുണ്ടെങ്കിൽ വാഴയിലയിലും നിങ്ങൾക്ക് ഇത് ഇഡ്ഡലി ഉണ്ടാക്കാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളൊരു കൊല്ലം സ്റ്റൈൽ സാമ്പാറും കൂടെ വെക്കുന്നതിന് നിറയെ പച്ചക്കറി ഇട്ടിട്ട് തീരെ തേങ്ങയില്ലാതെ വളരെ കുറുക്കിയെടുക്കുന്ന, പരിപ്പിട്ട് വേവിച്ച് കുറുക്കിയെടുക്കുന്ന ഒരു സാമ്പാറാണ് നമ്മൾ കൊല്ലം സ്റ്റൈൽ സാമ്പാർ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇഡ്ഡലി തട്ടിലേക്ക് സാധാരണ പോലെ നമുക്ക് നമ്മൾ പൂവരശിൻ്റെ ഇല വെച്ച് കൊടുക്കുക. നമുക്ക് ഇഡ്ഡലി മാവ് കോരി ഒഴിച്ച് പുഴുങ്ങിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഇഡ്ഡലി ചെയ്യുന്നതിന് ഒരു ടൈം ബൗണ്ട് ഉണ്ട്. നമ്മളിപ്പോൾ പണ്ട് ചെയ്യുന്ന പോലെയല്ല. അപ്പം ഇഡ്ഡലി ആരും ചെയ്യാത്ത സാധനമൊന്നും, പക്ഷേ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം. അതായത് രാവിലെ 10 മണിക്ക് അരി ഉഴുന്നും കുതിർത്തി വൈകുന്നേരം 4 മണിക്ക് ഇത് അരച്ച് പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് ഇഡ്ഡലി ഉണ്ടാക്കുക. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഈ ഇത്രയും ഒരു ടൈം ഗ്യാപ്പിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഡ്ഡലി 100% സോഫ്റ്റായിട്ട് കിട്ടും. അതായത് സ്ഥിരം ചെയ്ത അമ്മമാർക്കല്ല, ന്യൂലി മാരീഡ് കപ്പിൾസിന് അല്ലെങ്കിൽ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നവർക്ക് നിങ്ങൾ ഈ ഒരു ഫോർമാറ്റ് ട്രൈ ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഇഡ്ഡലി അടിപൊളിയായിട്ട് കിട്ടും. അപ്പം നമ്മൾ ഇതേപോലെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഇഡ്ഡലി മാവ് പൂവരശിൻ്റെ ഇലയിൽ നമ്മൾ ഒഴിച്ചിട്ട് നമ്മൾ ഇഡ്ഡലി കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇഡ്ഡലി ഇതേപോലെ ബാക്കി എല്ലാ തട്ടിലും നമ്മൾ ഇഡ്ഡലി ഇങ്ങനെ ഫില്ല് ചെയ്ത് നമ്മൾ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. പുതിയത് എടുക്കുക, വേവിച്ചത് എടുക്കുക, അല്ലാതെ വെച്ച് കൊടുക്കുക. അപ്പം നമ്മളിത് ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണം. അതായത് ഈ ഫെർമെൻറ്റ് ചെയ്ത മാവിൻ്റെയും പിന്നെ നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പ്, ഇതിൻ്റെ എല്ലാം വളരെ നല്ലൊരു പ്ലസൻറ്റ് മണമാണ്. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഒരിക്കലും ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പൂവരശിൻ്റെ ഇല കിട്ടില്ലെങ്കിൽ, ചീലാന്തി ഇല കിട്ടില്ലെങ്കിൽ വാഴയിൽ നിങ്ങൾക്ക് വഹിച്ച് നോക്കാം. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്, 100% സോഫ്റ്റ് ഇഡ്ഡലിയാണ്. നമ്മൾ സാധാരണഗതിയിൽ വീട്ടിലുണ്ടാകുന്ന അമ്മമാർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതേപോലെ അമ്മമാർക്ക് ലീവ് കൊടുത്തിട്ട് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ പൂവരശിൻ്റെ ഇഡ്ഡലി, നല്ല മണമുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കണ്ടുള്ള സാമ്പാറിൻ്റെ ഞാൻ പറഞ്ഞില്ല, ആ സാമ്പാറിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ഇട്ട് തരാം. അതിലേക്ക് നമുക്ക് പൊട്ടുകടല ചമ്മന്തി ഉണ്ടാക്കാം. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, ഇത്രയും നമുക്ക് മതി. നിങ്ങളത് ഇച്ചിരി ക്വാണ്ടിറ്റി കൂടുതലാണ് ചെയ്തെങ്കിൽ ക്വാണ്ടിറ്റി കൂട്ടിക്കോ. വേറെ നമുക്കിപ്പോൾ തൽക്കാലം 2 പേർക്ക് ഇത്രയും ഉള്ളത് സാധനം മതിയോ. അതിലേക്ക് നമുക്ക് പൊട്ടുകടല ഇത്രയും കൂടിയിട്ട് നല്ലതുപോലെ അരച്ചെടുക്കും. തീരെ അങ്ങനെ അരക്കും. ഞാനിത് പണ്ട് കഴിച്ചുള്ളത് നമ്മളെ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ ഇഡ്ഡലി കൗണ്ടറിൽ നമുക്ക് പാഴ്സൽ തരുമ്പോൾ ഈ ഒരു ചമ്മന്തിയാണ് നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മൾ ഈ ചമ്മന്തി മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പാഴ്സൽ മേടിക്കുന്നത് പോകുന്ന സമയത്തൊക്കെ. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ പൊട്ടുകടലയുടെ ചമ്മന്തി. അതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ പച്ചമുളകും കറിവേപ്പിലയും ചെറിയ ഉള്ളിയും ഒന്ന് കടുക് തളിച്ച് പൊട്ടിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. ഇഡ്ഡലി റെഡി, സാമ്പാർ റെഡി. ഇനി ഒരു കുഞ്ഞു സാധനം കൂടെ നമുക്ക് ഇവിടെ മിസ്സിങ് ആകുന്നുണ്ട്.
അത് നമുക്ക് വഴിയെ പറയാം. അപ്പം നമുക്ക് ആദ്യമേ നമ്മുടെ ഇഡ്ഡലി ഒന്ന് ഇലയിൽ നിന്ന് ഇങ്ങനെ അടർത്തിയെടുത്ത് നമുക്കിടാം. അപ്പം ആ ഇഡ്ഡലിക്കകത്ത് നമ്മുടെ നേരത്തെ ഇട്ട ഇഞ്ചി, പച്ചമുളക്, ഇതിൻ്റെയൊക്കെ എല്ലാ ടേസ്റ്റും അതിലേക്ക് നമുക്കിങ്ങനെ ചൂട് സാമ്പാർ ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ കഴിക്കണം. അപ്പം ഇതിന് എന്താ പറയുക, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്ത് നമ്മൾ എന്ന് വീട്ടിൽ ഇഡ്ഡലി ഉണ്ടാക്കുന്നില്ലേ, അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇച്ചിരി ഇലയുടെ പാടല്ലേ ഉള്ളൂ. സാമ്പാർ എന്തായാലും ഇഡ്ഡലിയൊക്കെ വെക്കും. പിന്നെ എന്താ പൊട്ടുകടല ചമ്മന്തി ഉണ്ടാക്കാനൊരു പാടം. നാളെ തന്നെ ഉണ്ടാക്കി നോക്കിക്കോ. ഈ വീഡിയോ കണ്ടിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ പൂവരശ്ശില കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാഴയില വയ്ക്കും. അല്ലെങ്കിൽ നമുക്ക് വട്ടയിലുണ്ട്, പഴയ വട്ടയില കിട്ടും, അത് വയ്ക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇഡ്ഡലി ചമ്മന്തി സാമ്പാർ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കുഞ്ഞു സാധനം കൂടെ മിസ്സിങ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതേ നമ്മളൊരു അടിച്ച് പതപ്പിച്ച് നല്ലൊരു കിടിലൻ ചായ. ഇത്രയും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മളത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൊളി. അപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മളെ പ്ലേലിസ്റ്റിന് കയറി കണ്ടു നോക്കാം, മറന്നു പോരുതേ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വിശേഷങ്ങളെന്ന് പറയുന്നത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.